വെൽക്കം ടു ഹാപ്പി ലൈഫ് ടി വി. എന്താണ് സെക്സ്? സെക്സിനെ കുറിച്ച് നമ്മിൽ പലരും ചിന്തിച്ചു വച്ചിരിക്കുന്നത് അതൊരു കേവലം ശാരീരിക പ്രവർത്തനം മാത്രമാണ് എന്നുള്ളതാണ്. എന്നാൽ ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് ദാമ്പത്യ ജീവിതത്തിലെ സെക്സിൻ്റെ യഥാർത്ഥ സ്ഥാനം എന്താണ് എന്നതിനെക്കുറിച്ചാണ്. ദാമ്പത്യ ജീവിതത്തിൽ ലൈംഗിക ജീവിതത്തിന് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുക എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യം കൂടെ നിർവഹിക്കാനുണ്ട്. സെക്സ് ലൈംഗിക ജീവിതം നല്ല രീതിയിൽ പോകുന്ന ദമ്പതികൾക്കിടയിൽ പൊതുവെ പ്രശ്നങ്ങൾ കുറഞ്ഞതായിട്ടാണ് പഠനങ്ങൾ പറയുന്നത്. എവിടെയൊക്കെ ദമ്പതികൾക്കിടയിൽ പ്രശ്നങ്ങളുണ്ടോ അവിടെ ലൈംഗിക ജീവിതത്തിലും പ്രശ്നങ്ങളുണ്ടെന്ന് തിരിച്ചും കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ അടുത്ത് തന്നെ ഫാമിലി പ്രോബ്ലവുമായിട്ട് കൗൺസിലിങ്ങിന് വരുന്ന ആളുകളിൽ ഭാര്യയും ഭർത്താവും വരുന്ന സമയത്ത്, കൗൺസിലിങ്ങിന് വേണ്ടി വരുന്ന സമയത്ത് മിക്കവാറും ശാരീരികമായ ബന്ധമുള്ള ആ ഒരു സെക്ഷുവൽ ലൈഫ് അത് നിന്നിട്ട് മിക്കവാറും ചിലപ്പോൾ മാസങ്ങളോ അല്ലെങ്കിൽ ആഴ്ചകളോ കഴിഞ്ഞിട്ടുണ്ടാകും. ആ പ്രശ്നത്തിൻ്റെ ആഴങ്ങൾക്കനുസരിച്ച് അതിൽ മാസങ്ങളോ ചിലപ്പോൾ വർഷങ്ങളോ ഒക്കെ ആയിട്ടുള്ള കേസുകളും കണ്ടിട്ടുണ്ട്. അപ്പോൾ സെക്സ് ക്യാൻ അലൈൻ അവർ റിലേഷൻഷിപ്പ് എന്നുള്ളതാണ്. സെക്സിന് നമ്മുടെ റിലേഷൻഷിപ്പിനെ അലൈൻ ചെയ്യുവാനുള്ളൊരു കഴിവുണ്ട്. ചില കേസുകളിലൊക്കെ അവരുടെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ അവർ തന്നെ കണ്ടെത്തി പിരിഞ്ഞു പോകുന്ന സമയത്ത്, കൗൺസിലിംഗ് കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്ന സമയത്ത് കൂട്ടത്തിൽ അവരോട് പറയാറുണ്ട്, നെക്സ്റ്റ് ഒരു സിറ്റിങ്ങിന് വരേണ്ട കേസാണെങ്കിൽ വരുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു രീതിയിലൊക്കെ ഏതാനും നല്ല രീതിയിലുള്ള ആസ്വാദ്യകരമായ ലൈംഗിക ബന്ധപ്പെടലുകളും നടത്തിയിട്ട് വരണം എന്ന് പറയുമ്പോൾ പലപ്പോഴും ഇത് അത്ഭുതകരമായ മാറ്റങ്ങൾ ദമ്പതികളുടെ ജീവിതത്തിൽ വരുത്തിയതായി കണ്ടിട്ടുണ്ട്. അപ്പോൾ സെക്സ് എന്ന് പറയുന്നത് കേവലം ആ സെക്സ് നടത്തുന്ന സമയത്ത് മാത്രമുള്ള കേവല ശാരീരിക ആസ്വാദന പ്രക്രിയയല്ല. അത് ജീവിതത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ബന്ധം അലൈൻ ചെയ്യുവാനുള്ള, ബന്ധം നല്ല രീതിയിൽ നിലനിർത്തുവാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. അതിൻ്റെ ഒരു മാനദണ്ഡമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ്. ലൈംഗിക ജീവിതം പുലർത്തുന്ന ഭാര്യയും ഭർത്താവും അവർ തമ്മിലുള്ള ശാരീരികമായ അട്രാക്ഷന് സെക്സ് കാരണമാകുന്നു. അതുപോലെ തന്നെ നമ്മുടെ യുവത്വം നിലനിർത്തുവാൻ സെക്സ് കാരണമാകുന്നു. സെക്സ് നടക്കുന്ന സമയത്ത് സന്തോഷത്തിൻ്റെ പ്ലഷർ ഹോർമോണുകൾ ശരീരത്തിൽ ഉണ്ടാകുന്നതുകൊണ്ട് അത് ആരോഗ്യ സംരക്ഷണത്തിന് കാരണമാകുന്നു. മെമ്മറി നല്ല രീതിയിൽ നമുക്ക് നിലനിർത്തുവാൻ സെക്സ് കാരണമാകുന്നുവെന്ന് പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇമോഷണൽ നീഡ്സ്, വൈകാരികമായ ആവശ്യങ്ങളുടെ പൂർത്തീകരണമാണ് ലൈംഗിക ജീവിതം എന്ന് പറയുന്നത്. ഇങ്ങനെ പലതരത്തിലും വളരെ പ്രധാനപ്പെട്ട ദൗത്യം നിർവഹിക്കുന്നതാണ് ലൈംഗിക ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ ലൈംഗിക ജീവിതത്തെ ഇനിയെങ്കിലും നമ്മൾ ആ ഒരു സെൻസിൽ, അത് ആ സെക്സ് നടക്കുന്ന, ശാരീരികമായി ബന്ധപ്പെടലുകൾ നടത്തുന്ന ആ ഒരു സമയത്തേക്ക് മാത്രമുള്ളതല്ലാതെ അത് മുഴുവൻ ജീവിതത്തിലും വളരെ പ്രാധാന്യം അർഹിക്കുന്ന തരത്തിലുള്ള ഒരു ടോട്ടൽ പ്രക്രിയയുടെ ഭാഗമാണ്. ഇതുകൊണ്ട് ബാക്കിയുള്ള ദിവസങ്ങളിലേക്കും ആഴ്ചകളിലേക്കും ഒക്കെ തന്നെ ഒരുപാട് ഗുണങ്ങൾ കിട്ടാൻ കാരണമായിട്ടുള്ള ഒരു മഹത്തരമായ ഒരു പ്രക്രിയയായിട്ട് അതിനോടൊരു അപ്രോച്ച് ആ രീതിയിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സത്യം പറഞ്ഞാൽ ഇന്നും കേരള സമൂഹത്തിൽ സെക്സ് എന്ന വാക്കിന് നെഗറ്റീവ് അർത്ഥമാണുള്ളത്. അതിന് ചില സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട ചില കാരണങ്ങളും നമുക്കുണ്ട്. സെക്സ് എന്ന് പറയുമ്പോഴേക്കും അതൊരു നെഗറ്റീവായ വാക്ക് ആണ്. അത് ദമ്പതികൾക്കിടയിലാണെങ്കിൽ പോലും സെക്സ് എന്ന് പറയുമ്പോഴത്തേക്കും അതെന്തോ തെറ്റാണ്, പാടില്ലാത്തതാണ് എന്ന ഒരു തരത്തിലേക്കുള്ള ചിന്തകൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ആ ചിന്തയിൽ നിന്ന് മുക്തമായി ഇതൊരു മഹത്തരമായ ഒരു പ്രോസസ്സാണ്. ദാമ്പത്യ ജീവിതത്തിൽ ഒരാൾ ജീവിക്കണമെങ്കിൽ ഭക്ഷണം കഴിക്കുന്നത് പോലെ ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷകരമായ ജീവിതത്തിൻ്റെ അടിസ്ഥാന ശിലകളിലൊന്നാണ് ലൈംഗിക ജീവിതം എന്ന് മനസ്സിലാക്കുകയും ആ രീതിയിൽ അതിനെ സമീപിക്കുകയും ചെയ്യുവാനാണ് മാനസികമായി നാം വളർന്നു വരേണ്ടത്. അങ്ങനെ നല്ല ബന്ധങ്ങളായി നമ്മുടെ ബന്ധങ്ങൾ മാറട്ടെ എന്ന് ആശംസിക്കുന്നു. കൂടുതൽ വിഷയങ്ങളുമായി മറ്റ് എപ്പിസോഡുകൾ നമുക്ക് വീണ്ടും കാണാം. വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഹാപ്പി ലൈഫ് TV.